പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരുമിച്ച് ഉയർപ്പ് തിരുനാളിനെ കുറിച്ച് ധ്യാനിക്കാം. ഫുൾട്ടൻ ജെഷീം അമേരിക്കയിലെ വൈദികനും ബിഷപ്പുമായിരുന്നു. അദ്ദേഹം പറയും, ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു കല്ലറയിൽ മാത്രമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ ഇവിടെയില്ല. ദുഃഖവെള്ളി കഴിഞ്ഞ് വരുന്ന 48 മണിക്കൂർ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു. ദൈവം വിശ്രമിച്ച ദിവസം. ഇന്ന് ദൈവം പുത്രൻ ഈശോ ഉയർത്തെഴുന്നേറ്റ ദിനമാണ്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും വീണ്ടും ആ വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. ഉയർപ്പിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമ്മുടെ ദിവ്യബലിക്കിടയ്ക്ക് വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന 2 വായനകളുണ്ട്. ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നിന്നുള്ളത്. അതിലെ 13-ാമത്തെ വാക്യം പ്രസിദ്ധമാണ്. ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന വലിയൊരു വിശ്വാസം: ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി. പുരോഹിതന്മാരും അന്നത്തെ യഹൂദ സംഘം മുഴുവനും കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്ന ഭടന്മാർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനൊരു വ്യാജ കഥ യഹൂദരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ഇടയാക്കി എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 63, 64, 65 നല്ല ചിന്തനീയമായിട്ടുള്ള വാക്കുകളാണ്. ഈശോ പിടിക്കപ്പെട്ടപ്പോൾ ഭയന്നോടിയ ശിഷ്യന്മാർ, പക്ഷേ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച പുരോഹിതന്മാരും ഫരിസേയരും. അവർ പിലാത്തോസിനോട് ചെന്ന് പറയുന്നതാണ് 63-ാം വാക്യം: യജമാനനെ അവൻ ജീവിച്ചിരുന്നപ്പോൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. 64-ാം വാക്യം 27-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം: അതുകൊണ്ട് കാവലേർപ്പെടുത്തണം. 65-ാം വാക്യം പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ കാവലേർപ്പെടുത്തിക്കൊള്ളുക. വിശുദ്ധ അഗസ്തീനോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ശക്തരായിട്ടുള്ള കാവൽ ഭടന്മാരായിരുന്നില്ലേ? അശക്തരായിട്ടുള്ള ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോയുടെ ശിഷ്യന്മാരെക്കാളും അധികം വിശ്വസിച്ചത് ഈശോയുടെ ശത്രുക്കളായിട്ട് നിന്നവർ തന്നെയാണ്. രണ്ടാമത്തെ വിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ളതാണ്. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തേക്കിലേക്ക് പോയി. കല്ല് മാറ്റപ്പെട്ടതായിട്ട് അവൾ കണ്ടു ശവകുടീരത്തേക്കിൽ നിന്ന്. അവളോടി പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. പത്രോസും യോഹന്നാനും വന്ന് കണ്ട് വിശ്വസിച്ച് മടങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാം വാക്യം: പക്ഷേ മഗ്ദലന മറിയം പോയില്ല. മഗ്ദലന മറിയം അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ വെള്ളവസ്ത്രധാരികളായിട്ടുള്ള 2 പേർ 12-ാം വാക്യം അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി, എവിടെ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവളിത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. പക്ഷേ അവൾക്ക് യേശു ആണെന്ന് മനസ്സിലായില്ല. അവൾ പറഞ്ഞു, യജമാനനെ, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. തോട്ടക്കാരനാണെന്നാണ് അവൾ വിചാരിച്ചത്. യേശു അവളെ വിളിക്കുന്നു, മറിയം. റബുനി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു. കരച്ചുകളിൽ മുമ്പിൽ, നമ്മുടെ സഹനങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലെ വേദനകൾക്ക് മുമ്പിൽ മറഞ്ഞിരിക്കാനായിട്ട് ഒരു ദൈവത്തിന് സാധിക്കില്ല എന്നുള്ള ആ വലിയ വിശ്വാസം ഇന്ന് മഗ്ദലന മറിയത്തിലൂടെ വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആരൊക്കെ എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞാലും നമ്മുടെ യേശുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മളുടെ വേദനകളും സഹനങ്ങളിലും
എപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഈശോ, ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഈ ഉയർപ്പ് തിരുനാൾ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.